ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റായ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയായ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓവനൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേക്കിൽ ബട്ടർ ഒട്ടും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റാണ്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ 4 മുട്ട വരെ എടുക്കാറുണ്ട്. ടീ കേക്ക് ആയതുകൊണ്ടാണ് 2 മുട്ട എടുത്തിരിക്കുന്നത്. ആ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ചെറിയ തരികളായതുകൊണ്ടാണ് പൊടിക്കാഞ്ഞത്. ഇനി വലിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പകുതി മാത്രമേ ഞാൻ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർക്കുന്നുള്ളൂ. ബാക്കി മഞ്ഞയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പകുതി തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. പല തവണയായിട്ട് കുറേശ്ശെ ചേർത്ത് അത് ബീറ്റായി വരുന്നതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണേ. മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് വരണം. നമ്മൾ ഒന്നിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളം പതഞ്ഞ് വരാൻ പ്രയാസമാണ്. അപ്പോൾ കുറേശ്ശെ ഇതുപോലെ ചേർത്ത് ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള പകുതി പഞ്ചസാര ഉണ്ടല്ലോ, അത് മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസ്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ ആ നല്ല മഞ്ഞ കളറ് ഒന്ന് മാറി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. പൈനാപ്പിൾ എസൻസും മിൽക്ക് എസൻസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരുടെ കയ്യിലായിരിക്കും അതൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറൊന്ന് മാറി ഞാൻ അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലേ. ഇത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി മുട്ടയുടെ മഞ്ഞയിലൊന്ന് മിക്സ് ആകുന്നത് വരെ ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമില്ല, വളരെ ചെറിയ സമയം മാത്രം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അത് റൂം ടെമ്പറേച്ചറിലായ പാലാണ്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കരുത്. അതുപോലെ മണമുള്ള ഓയിലുകളൊന്നും ചേർക്കരുത്. റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തരികളൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ബീറ്റർ വെച്ച് അങ്ങ് ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ കൈവച്ച് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ പോലെ തോന്നുമല്ലോ, അതുകൊണ്ടാണ് ബീറ്റർ ഉപയോഗിച്ചത്. ഇനി ബീറ്ററിൻ്റെ ചില്ല് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്പാച്ചുല കൊണ്ട് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതിലെ കുറേശ്ശെയായിട്ട് ഈ മഞ്ഞയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്. ഇതും കുറേശ്ശെയായിട്ട് ചേർത്ത് വളരെ പതുക്കെ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സമയം ഒരുപാടാകും. അപ്പോൾ വളരെ പതുക്കെ തന്നെ ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇപ്പോൾ ബാറ്റർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്കാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അങ്ങ് പൊക്കോളും. ഒരുപാട് മേളോട്ട് പൊന്തി വരാതിരിക്കും കേക്ക്. ഇനി ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കേക്കിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് വെക്കുന്നില്ല, ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ് കൊണ്ടുള്ള അടപ്പാണ് അടയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ, അത് ഒരു പേപ്പർ വെച്ചിട്ട് അതും കൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ബട്ടറൊന്നും ചേർത്തിട്ടില്ല എങ്കിലും നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്. നമ്മൾ സാധാരണ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വേറെ ഒരു ടെക്സ്ചറാണ് ഈ കേക്കിന്. ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.